ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടാവുന്നതെന്നും അതേപോലെ ഈ ഒരു രീതി ഇപ്പോൾ സ്റ്റോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ വർക്കാകും, അതുപോലെ തന്നെ ഓപ്ഷൻസിലേക്ക് സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിലും ഫോറക്സ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റിലും വർക്കാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം. ഇതിന് മുന്നത്തെ വീഡിയോയിലാണ് ഞാനൊരു 5 മിനിറ്റ് സ്ട്രാറ്റജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം മാർക്കറ്റിൽ ഇപ്പോൾ ലാസ്റ്റ് 2-3 ദിവസത്തിൽ നോക്കുകയാണെങ്കിൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഈ കാര്യങ്ങൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതെന്തുകൊണ്ട് ക്രിയേറ്റ് ആവും എന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ കാര്യം തന്നെ എടുത്തു. ഒരു സ്റ്റോക്കിൻ്റെ ഒരു സ്റ്റോക്ക് ഏകദേശം ഒരു ചെറിയൊരു പ്രൈസിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടൊരു ന്യൂസ് വന്നു. എല്ലാവരും അത് മേടിക്കാനായിട്ട് തയ്യാറാവും. ഒരു ഡിമാൻഡ് കൂടി ഇപ്പോൾ എല്ലാവരും മേടിക്കാനായിട്ട് തയ്യാറായി. ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് അങ്ങനെ പോയി അത്യാവശ്യം നല്ലൊരു പ്രൈസിലെത്തിയപ്പോൾ ഒരു പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ന്യൂസൊക്കെ വരും. എന്തായാലും ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് ഹോൾഡ് ചെയ്തിട്ടുള്ളവർ പാനിക്കായിട്ട് എക്സിറ്റ് ചെയ്താലും ഇതുപോലെ വലിയൊരു ഇമ്പൾസീവ് മൂവ് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആകാൻ നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു ഫിയറിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റിലാണെങ്കിൽ ഈ ഒരു ഇംബാലൻസ് നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട്, ഇമ്പൾസീവ് മൂവ് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും, നല്ലൊരു സെല്ലിംഗ് ഒക്കെ. അപ്പോൾ അതിലൊരു ഇംബാലൻസ് ഉള്ള നല്ല മൂവൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഗ്രീഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ബയ്യിങ്ങിലേക്കാണെങ്കിൽ ഇതേ രീതി കാണാനായിട്ട് പറ്റും കേട്ടോ. ഈ ഇംബാലൻസ് നല്ല രീതിയിൽ ക്രിയേറ്റ് ആവുന്ന കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഒരു മാർക്കറ്റ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു കുറേ നാളായിട്ട് ഒരേ റേഞ്ചിൽ തന്നെ നിന്നതിന് ശേഷം ഇതൊരു അഗ്രസീവായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് വരുവാണെങ്കിൽ എല്ലാവരും നല്ലൊരു ഗ്രേഡിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നല്ലൊരു ഇമ്പൾസീവ് മൂവ് നമുക്ക് ക്രിയേറ്റ് ആവുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റോക്കിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വർക്കാവും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെയൊക്കെ വെച്ചിട്ട് സ്വിങ്ങിലൊക്കെ നല്ലൊരു സ്ട്രാറ്റജി തന്നെ ഇതിനകത്ത് വെച്ച് നോക്കാം. ഇതിനെപ്പറ്റി മുന്നോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോസ് വരുന്നുണ്ടാവും. സ്റ്റോക്കിൽ എങ്ങനെ ചെയ്യും, അതുപോലെ തന്നെ സ്വിങ്ങിൽ എങ്ങനെ വരും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നത്. 1 മിനിറ്റിലേക്കൊക്കെ ഇത് ഹയർ ടൈം ഫ്രെയിമിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇംബാലൻസ് ഉള്ള പോയിൻ്റ് മാർക്കറ്റ് എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാനിപ്പോൾ തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പും ഇംബാലൻസും ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഈ ഒരു ചാർട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കറൊക്കെ രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഫെയർ വാല്യൂവിൻ്റെ ഗ്യാപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഒരു നല്ലൊരു ക്യാൻഡിൽ, ഒരു സെല്ലിംഗ് ക്യാൻഡിലും അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന സെല്ലിംഗ് ക്യാൻഡിലും മൂന്നാമത്തെ ഒരു ക്യാൻഡിലും, ഇതിൻ്റെ ഈ ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെയും ലാസ്റ്റത്തെ ക്യാൻഡിലിൻ്റെയും ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ലോയും ലാസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ഉണ്ടല്ലോ, ഇത് രണ്ടും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിനുള്ളിലൊരു ക്യാൻഡിലിൻ്റെ ഗ്യാപ്പ്, ഇതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്നൊക്കെ പറയുന്നത്. ഇംബാലൻസ് നമുക്ക് മൊത്തത്തിലെടുക്കാം. ഈ ഒരു ഗ്യാപ്പിനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആവും. ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ലോയും അതേപോലെ തന്നെ തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും അത് രണ്ടുമാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അതിനുള്ളിലുള്ളൊരു ഗ്യാപ്പിനാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാത്രം വെച്ചുകൊണ്ടും ട്രേഡ്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കുറേ ഡിസ്കൗണ്ട് എന്ന രീതിയിൽ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് ആ രീതിയിലും എൻട്രി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഈ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നും അതുപോലെ തന്നെ ഇംബാലൻസ് എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ആവുന്നതെന്ന്. ഇംബാലൻസ് മെയിനായിട്ടൊരു ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു സപ്ലൈ സോണൊക്കെ ആ രീതിയിൽ കണ്ടെത്താനായിട്ട് പറ്റും. കാരണം പെട്ടെന്നൊരു പാനിക്കായിട്ട് ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സെല്ലിങ് ആ ഒരു പോയിന്റിലേക്കൊക്കെ എത്തുമ്പോൾ മാർക്കറ്റ് വീണ്ടും വീഴുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് എൻട്രീസൊക്കെ ആ രീതിയിലും വന്നിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ലേ? ഇനിയിപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റ് ചാർട്ടിലേക്ക് നോക്കാം. ഈ ഇംബാലൻസിന് ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തെ ചാർട്ടാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേയിലെ ചാർട്ടാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓർഡർ ബ്ലോക്കിന് അല്ലെങ്കിൽ ഇംബാലൻസിന് എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഓർഡർ ബ്ലോക്കിന് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വരും കേട്ടോ. കാരണം ഓർഡർ ബ്ലോക്കിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല ഓർഡർ ബ്ലോക്ക് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതൊക്കെ. അതിൽ തന്നെ ലിക്വിഡിറ്റീനെ പറ്റിയും ഇനിയും വരാനുണ്ട്. ലിക്വിഡിറ്റീനെ പറ്റിയാണെങ്കിൽ ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതും മേടിക്കേണ്ട നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ ഇംബാലൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇപ്പോൾ ഈ ഒരു 2 ക്യാൻഡിലും കൂടെ നോക്കിയാൽ മതി. മാർക്കറ്റ് ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയതിനു ശേഷം നല്ലൊരു ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ടിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ വീണ്ടും നല്ലൊരു സെല്ലിംഗ് ക്യാൻഡിൽ. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലൊന്നും നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാനായിട്ട് പറ്റില്ല. മെയിനായിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഈ ഒരു ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ലോയും അതേപോലെ തന്നെ തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും, ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും അപ്സൈഡിലേക്ക് കയറിയിട്ട്
ആ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ പറ്റും. ഡൗൺ സൈഡിലേക്ക് നല്ലൊരു സെല്ലിങ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഇവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി അതേ കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ നോക്കാം. അപ്പോൾ ഇവിടേക്ക് ഒരു ഫെയർ വാല്യൂവിൻ്റെ ഗ്യാപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ലോയും ലാസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈയും ആണല്ലോ. അപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നിട്ട് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് തന്നെ പോകാൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ലൈവ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ ഐഡിയ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും ഇപ്പോൾ മാർക്കറ്റ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പിനെ കറക്റ്റായിട്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വീഴും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതിനകത്ത് നോക്കി വേറെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാനായിട്ട് ഇവിടെ അധികം ഒന്നുമില്ല. കാരണം ഇവിടെ ഒന്നും ഗ്യാപ്പില്ല, അതിനെല്ലാം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വീണ്ടും നല്ലൊരു ഇമ്പൾസീവ് മൂവ് തന്നപ്പോൾ ഇവിടെ നിന്നൊരു വീക്കായിട്ടുള്ള ക്യാൻഡിൽസ് ആണ്, ഇവിടെ നിന്നാണ് നല്ലൊരു ഇമ്പൾസീവ് മൂവ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നിന്നൊരു ഇമ്പൾസീവ് മൂവ് ക്രിയേറ്റ് ആയപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ഇത് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. എന്നാൽ പോലും മാർക്കറ്റ് ആ ഒരു പോയിന്റിനെ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും വീഴുന്ന കാണാം. ഇത് വരുന്നതിന് മുന്നേ ആണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും നോക്കിയാൽ നല്ലൊരു ഇമ്പൾസീവ് മൂവ് ഉണ്ടായതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ബേസ് ക്യാൻഡിലിൻ്റെ നമ്മുടെ ലോവസ്റ്റ് പോയിന്റും ഈ ഒരു ക്യാൻഡിൽ ഹൈയും എടുക്കാം. ഇവിടെ നിന്നാണെങ്കിലും മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. മെയിനായിട്ടുള്ള പോയിന്റിലേക്ക് ഇപ്പോൾ നല്ലൊരു സെല്ലിങ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. നല്ലൊരു ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്തെടുക്കുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ലിക്വിഡിറ്റീനെ ട്രാപ്പ് ആക്കിയതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വീണതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലിക്വിഡിറ്റി, ഒരു ചെറിയൊരു സ്വിങ്ങിലെ ലിക്വിഡിറ്റീനെ ഇവിടെ നിന്ന് ട്രാപ്പ് ആക്കിയതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വീഴുന്നത്, അത് നല്ല ഇമ്പൾസീവ് മൂവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനേക്ക് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുക കേട്ടോ. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ മാർക്കറ്റ് വീണ്ടും വീഴുന്ന കാണാം. ഇങ്ങനെ വരുമ്പോൾ ഇതിനൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാം. നല്ല ഓർഡർ ബ്ലോക്ക് എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതേപോലെ വീണ്ടും നമുക്ക് ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഇംബാലൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. വീണ്ടും ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വീണു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇനി ഒരു ഇംബാലൻസ് കാണുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നൊരു ഇംബാലൻസിന് മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനാണെങ്കിലും ഇവിടെ നിന്ന് താഴേക്ക് വീണപ്പോഴും നല്ലൊരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ആയി. ആ ഇംബാലൻസിലെ ലാസ്റ്റത്തെ ക്യാൻഡലിലെ ലോയും തൊട്ട് മുന്നത്തെ ക്യാൻഡലിലെ ലോയും ലാസ്റ്റ് ക്യാൻഡലിലെ ഹൈയും അത് തമ്മിലുള്ളൊരു ഗ്യാപ്പിനെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെയും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഓരോരോ പോയിന്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിന് എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലേ. അതേപോലെ വീണ്ടും നമുക്ക് ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഇംബാലൻസോ ഫെയർ വാല്യൂ ഗ്യാപ്പോ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ വീണ്ടും മാർക്കറ്റ് വീണ്ടും വന്ന് ഒരു ഇംബാലൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി മാത്രം എടുത്തതിന് ശേഷം വീണ്ടും ഡൗൺ സൈഡിലേക്ക് വീണു. അപ്പോൾ ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ 2 ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത പോയിൻ്റ് ഉണ്ട് ഇവിടെ ചാർട്ടിലാണെങ്കിൽ 2 അല്ല 3 പോയിൻ്റ് ഉണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ വീണപ്പോൾ നല്ലൊരു ഇംബാലൻസ് 2-3 ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ഇംബാലൻസ് ഉണ്ട്, ഇവിടെ നിന്ന് നല്ലൊരു ഇമ്പൾസീവ് ഉള്ളൊരു ക്യാൻഡിലുണ്ട്, ഇവിടെ നിന്നാണ് നല്ലൊരു ക്യാൻഡിലുണ്ട്. ഈ 3 ക്യാൻഡിലെയും മാർക്കറ്റ് എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഇവിടെ നിന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ നോക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും. അപ്പോൾ ഇതിനുള്ളിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിന് മാർക്കറ്റ് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ഇവിടെ നിന്നാണെങ്കിലും ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു സിങ്, മെയിനായിട്ടുള്ളൊരു ഈ സിങ് എടുത്ത് നോക്കിയാൽ മതി. ഇങ്ങനെയാണ് ഈ ഒരു സിങ് ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതാണ് മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസ്. മാർക്കറ്റ് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓരോരോ പോയിന്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാലും ഇവിടെയും നല്ലൊരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് വീണ്ടും അവിടെ നിന്നാണ് നല്ലൊരു വീഴ്ച വീണത്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തതിന് ശേഷമല്ല നല്ലൊരു വീഴ്ച വീണത്. അപ്പോൾ ഇതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പിന് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ റെസ്പെക്റ്റ് ചെയ്യും. എന്നിരുന്നാലും ഇത് 100% വർക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല കേട്ടോ. 100% വർക്കായിട്ടുള്ള ഒരു കാര്യവും മാർക്കറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ചില പോയിന്റിലൊക്കെ റെസ്പെക്റ്റ് ചെയ്യാതെ വന്നേക്കാം, ചില പോയിന്റിൽ ഇംബാലൻസിന് എടുക്കാതിരുന്നേക്കാം. അപ്പോൾ അതെല്ലാം പിന്നീടാണെങ്കിലും ക്ലിയർ ചെയ്ത് കവർ ചെയ്ത് പോകും. ഇംബാലൻസിന് പിന്നെയാണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ ഈ ഒരു പോയിന്റിലേക്ക് നോക്കിയാൽ വീണ്ടും നമുക്കൊരു ഈ ഒരു ലാസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈയും ലാസ്റ്റത്തെ ക്യാൻഡലിൻ്റെ ഒരു ലോയും അത് തമ്മിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റിലെത്തിയിട്ട് വീണ്ടും മാർക്കറ്റ് വീണതായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു പോയിന്റിലേക്ക് നോക്കി ഇവിടെ നല്ല റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും ഒരു ചെറിയൊരു ഇംബാലൻസ്, ഈ ഒരു ചെറിയൊരു ഇംബാലൻസേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഈ ഒരു ക്യാൻഡിലുണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ചെറിയൊരു ഇംബാലൻസേ ഉള്ളൂ. അതിനെയും മാർക്കറ്റ് എടുത്തിട്ട് നല്ലൊരു സെല്ലിങ് ഡൗൺ സൈഡിലേക്ക് തന്ന് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇംബാലൻസിനെ മാർക്കറ്റ് ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഉണ്ട് കേട്ടോ. മാർക്കറ്റ് എല്ലാ പോയിന്റിലും ഇംബാലൻസിനെ നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്യും.
എക്സാമ്പിളായിട്ട് ഇത്രയും നോക്കിയാൽ ഇവിടെ നിന്നും കൂടെ നോക്കിയേക്കാം. ഇപ്പോൾ ഈ 2 ക്യാൻഡിലും നോക്കി, ഇവിടെ നിന്നാണെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും ഡൗൺ സൈഡിലേക്ക് ഒരു കറക്ഷൻ തരുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ ഒരു സ്വിങ് മെയിനായിട്ട് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയതിന് ശേഷം നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്തി, ഈ ഒരു പോയിന്റിലേക്ക് വീണ്ടും എത്തിയതിന് ശേഷം വീണ്ടും ഡൗൺ സൈഡിലേക്ക് വീഴുമ്പോഴാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ഒരു ഇംബാലൻസ് ചെറുതായിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആവുന്നുണ്ട്, അതിനെ ഇവിടെ നിന്ന് വീണ്ടും റെസ്പെക്റ്റ് ചെയ്ത് വീഴുന്നുണ്ട്. അതേപോലെ വീണ്ടും ഈ ഒരു പോയിന്റിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് നല്ലൊരു സെല്ലിങ് തന്നപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണെങ്കിലും ഇംബാലൻസ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഇവിടെ നിന്നാണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഇത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യും. പിന്നെ ഓർഡർ ബ്ലോക്ക് ആയിട്ടാണെങ്കിൽ ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് ഞാൻ ഈ തൊട്ട് മുന്നത്തെ ചാർട്ടിൽ മാർക്ക് ചെയ്തില്ലേ, അതുപോലെ ഓർഡർ ബ്ലോക്ക് കൊണ്ടിട്ടത് ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കാര്യം മാത്രം പറഞ്ഞു പോയതാണ്. ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മനസ്സിലാവുന്നില്ലേ? ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഇപ്പോൾ നമ്മളിതിനകത്ത് മേലെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കാര്യം മാത്രമാണ് നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ FVG ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കാര്യം മാത്രമാണ് നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ മേലെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിലേക്ക് നെക്സ്റ്റ് വരുമ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സെല്ലിങ്, ഈ ഒരു ഇംബാലൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യം എല്ലാ മാർക്കറ്റിലും വർക്കൗട്ട്. ഇപ്പോൾ സ്റ്റോക്കിലാണെങ്കിലും ഓപ്ഷൻസിലാണ്, ഇപ്പോൾ സ്റ്റോക്കിലാണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഇത് ലാസ്റ്റ് ദിവസത്തെ ചാർട്ട് തന്നെയാണ് കേട്ടോ, ലാസ്റ്റ് ദിവസം ICICIയിലെ ചാർട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീക്കായിട്ട് നിന്നൊരു പോയിൻ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് സെല്ലേഴ്സ് സ്ട്രോങ് ആയതൊരു കാണാനായിട്ട് പറ്റും, നല്ലൊരു ഇംബാലൻസ്. ആ ഒരു പോയിന്റിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. എക്സാമ്പിളായിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്, ഇവിടെ നിന്നാണെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാണാം. മാർക്കറ്റ് ഇത് റിവേഴ്സ് ആയൊരു പോയിൻറ്റും ഉണ്ടല്ലോ. ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു പോയിൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വീണു. ഇത് റിവേഴ്സ് ആയതുപോലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എത്തിയതിന് ശേഷമാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ ഇതിനിടയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു ഫെയർ വാല്യൂ FVG ഗ്യാപ്പ് ഉള്ളത്. മാർക്കറ്റ് എവിടെ നിന്ന് റിവേഴ്സ് ആയത് നോക്കുവാണെങ്കിലും ആ ഒരു ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും റിവേഴ്സ് ആയത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഇംബാലൻസ് എന്നുള്ള കാര്യം ഇപ്പോൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ ചെയ്തപ്പോൾ ചെറിയൊരു ഡൗട്ട്, ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇംബാലൻസ് ഒന്നൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഡൗട്ടും ചോദിച്ച് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, വലിയൊരു രീതിയിലേക്കുള്ള കൺഫ്യൂഷൻസിലേക്കൊന്നും കൊണ്ടുപോകണ്ട. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇംബാലൻസ് ഏകദേശം ഒന്ന് തന്നെയാണ്. ലിക്വിഡിറ്റീൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ നിങ്ങൾക്ക് വരാനുള്ളൂ. ബാക്കി ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലിക്വിഡിറ്റീൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മുന്നത്തോട്ട് ഉള്ള വീഡിയോയിൽ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകാം. പിന്നെ ഇതേ രീതി ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതി സ്റ്റോക്കിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ നോക്കണമെന്നും അതുപോലെ തന്നെ സ്വിങ്ങിനാണെങ്കിൽ എങ്ങനെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന്, എത്രത്തോളം വർക്ക് ആവുന്നുണ്ടെന്നുള്ള കാര്യവും ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. പിന്നെ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് അത് ക്ലിയർ ആക്കി പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.